കൊച്ചി തീരത്തിനോട് ചേർന്ന് മുങ്ങിയ കപ്പലിൽ നിന്നുള്ള കണ്ടെയ്നറുകൾ വിഴിഞ്ഞം, ആഴിമല, പുല്ലുവിള തീരങ്ങളിൽ അടിഞ്ഞു. ജിബിൻ ജെബിയുണ്ട് എന്റെ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം. ജിബിൻ, ഗുഡ് മോർണിംഗ്. കൊല്ലം തീരത്തായിരുന്നു ആദ്യം കുറെ കണ്ടെയ്നറുകളും അതുപോലെ ഉള്ളിലെ വസ്തുക്കളും ഒക്കെ വന്നടിഞ്ഞത്. ഇപ്പോഴിതാ തിരുവനന്തപുരത്ത് ആഴിമല, പുല്ലുവിള തീരങ്ങളിലുമൊക്കെ വിഴിഞ്ഞം തീരത്തുമൊക്കെ ഇത് അടിഞ്ഞിരിക്കുന്നു. എന്താണ് വിവരങ്ങൾ? ഇപ്പോഴും ഈ ജാഗ്രതാ നിർദ്ദേശം തുടരുന്നുണ്ടോ? ഇതിൽ ഉൽപ്പന്നങ്ങൾ എന്താണ് ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ ഉള്ളത് എന്നതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിവരങ്ങൾ തീരദേശ സേനയൊക്കെ പങ്കുവയ്ക്കുന്നുണ്ടോ? മൂത്തി ജാഗ്രതാ നിർദ്ദേശം ഇപ്പോഴും തുടരുകയാണ്. കാരണം തിരുവനന്തപുരത്തിന്റെ തീരപ്രദേശങ്ങളിൽ കഴിഞ്ഞ ദിവസം മുതലാണ് ഈ കണ്ടെയ്നറിനുള്ളിൽ ഉൽപ്പന്നങ്ങളും അടുങ്ങി തുടങ്ങിയത്. ഇന്നലെ തുമ്പയിലും പുതുക്കുറിച്ചിയിലും അഞ്ചുതെങ്ങിലും വർക്കലയിലും ഉൾപ്പെടെ കണ്ടെയ്നറും പോളിയെത്തിലീൻ ഉൾപ്പെടെയുള്ള വസ്തുക്കളും അടങ്ങിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇന്ന് രാവിലെയോടുകൂടി വിഴിഞ്ഞം പോർട്ടിന് സമീപത്തും ഈ വിഴിഞ്ഞം പോർട്ട് കഴിഞ്ഞുള്ള പുല്ലുവിള, അടിമലത്തുറ തുടങ്ങിയ തീരങ്ങളിൽ ഇപ്പോൾ ഈ അടങ്ങിയിരിക്കുന്നത്. ഈ ചാക്കുകെട്ടുകൾ എന്താണെന്നുള്ളത് ഇനി പരിശോധിച്ചാൽ മാത്രമേ വ്യക്തമാവുകയുള്ളൂ. ഇന്നലെ തുമ്പ തീരത്ത് അടിഞ്ഞതുപോലെയുള്ള പോളിയെത്തിലീനിന്റെ സബ്സ്റ്റൻസ് തന്നെയാണ് ഈ ചാക്കുകെട്ടുകളിലും ഉള്ളത് എന്നാണ് ഇപ്പോൾ അറിയുന്നത്. അതിന്റെ ഗ്രാനുൾസ് പോലെയാണ്, സമാന സാധനം തന്നെയാണ് എന്നാണ് നമുക്കിപ്പോൾ പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. എന്തായാലും എവിടെ നിന്നാണോ ഈ കപ്പൽ ഈ കണ്ടെയ്നറുകളുമായി തിരിച്ചത്, അവിടെ തന്നെ ഇപ്പോൾ ഈ കണ്ടെയ്നർ ഉൾപ്പെടെയുള്ള വസ്തുക്കളും തിരിച്ചെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും എടുത്ത് പറയേണ്ടത്. കാരണം കൊച്ചിയുടെ സമീപത്ത് വെച്ചാണ് ഈ കപ്പൽ മുങ്ങിയത്. ഇപ്പോൾ ഏകദേശം 3 ദിവസം പിന്നിടുകയാണ്. ഈ 3 ദിവസത്തിന് ശേഷം ഇപ്പോൾ ഈ കണ്ടെയ്നറുകൾ ഏറ്റവും ഒടുവിലായി വന്നടിഞ്ഞിരിക്കുന്നത്. എവിടെ നിന്നാണോ പുറപ്പെട്ടത് അവിടേക്ക് തന്നെ ഈ കണ്ടെയ്നറുകൾ തിരിച്ചെത്തിയിരിക്കുന്നു. ജാഗ്രതാ നിർദ്ദേശം തുടരുന്നുണ്ട്.